കേരളത്തിലെ പരിണതപ്രജ്ഞനായ കെ.എം. മാണിയെ കോൺഗ്രസ് ഇപ്പോൾ കുരങ്ങ് കളിപ്പിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ നമ്മൾ കേട്ടുകഴിഞ്ഞു. എന്നാൽ ഒരു കേരള കോൺഗ്രസ്സുകാരൻ പോലും ഇതിനെതിരെ പ്രതികരിക്കാൻ പരസ്യമായി രംഗത്തെത്തിയിരുന്നില്ല. അതേസമയം പി.സി. ജോർജ് അങ്ങനെയല്ല. മാണി സാറിനോട് പിണങ്ങി പുറത്തു പോയെങ്കിലും ആ പഴയ സ്നേഹം ഇപ്പോഴും അച്ചായൻ്റെ മനസ്സിലുണ്ട്. പി.സിയുടെ സ്നേഹം കണ്ട് മാണി സാറിനും ഒരു വേള തോന്നിപ്പോയി ജോർജ് കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്ന്. വളരെ ദുഃഖത്തോട് പറയാനുള്ള ഒരു കാര്യം, 50 കൊല്ലത്തെ രാഷ്ട്രീയ പാരമ്പര്യവുമായി നിൽക്കുന്ന ബഹുമാനപ്പെട്ട കെ.എം. മാണിയെ കേരള രാഷ്ട്രീയത്തിൽ ഒരു അഭയാർത്ഥിയാക്കി മാറ്റിയ കോൺഗ്രസിൻ്റെയും എം.എസ്.ൻ്റെയും പ്രവർത്തനങ്ങളിൽ ഞാൻ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുക. കെ.എം. മാണിയെ കോൺഗ്രസിലേക്ക് ക്ഷണിക്കേണ്ട കാര്യം ഹസൻ്റെ കമ്മിറ്റി കൂടി തീരുമാനിച്ചില്ല. പി.ടി. തോമസും അതുപോലെ തന്നെ നമ്മുടെ വാഴക്കനും പറഞ്ഞത് കേട്ടാൽ അങ്ങോട്ട് പോകാൻ പറ്റുമോ? കെ.എം. മാണി വെറുതെ മോഹിപ്പിച്ച് ഈ വയസ്സനാം കാലത്ത് അദ്ദേഹം അപമാനിക്കുന്നത് നിർത്താനുള്ള മര്യാദ കോൺഗ്രസ് പാർട്ടി കാണിക്കണം. ചുമ്മാ ഇട്ട് ഈ സത്യത്തിൽ ഈ പൂച്ച എലിയെ ഇട്ടിട്ട് കളിപ്പിക്കല് എന്ന് പറഞ്ഞാൽ മാണിയായിട്ട് കളിപ്പിക്കുക. അതാ ഞാൻ പറഞ്ഞത്, മര്യാദകളായി ചെയ്യുന്നതെന്ന് പറഞ്ഞ മനസ്സിലായില്ല. ആദ്യം ഞാൻ പറഞ്ഞല്ലോ, മാണിയായിട്ട് ചാകാറായി കിടക്കുന്ന മാണി ഇങ്ങനെ ഒന്ന് തോണ്ടും, ആരെ ഹസൻ അങ്ങനെ മാണി ഒന്ന് പോകും. അപ്പോഴത്തേന് പി.ടി. തോമസ് ഒരടി കൊടുക്കും. ഇങ്ങനെ അത് കഴിയുമ്പം ഉമ്മൻചാണ്ടി ഒന്ന് പൊക്കും, ഒന്നേരം തല പൊക്കും, അപ്പോഴത്തേക്ക് വാഴയ്ക്കം കൊടുക്കും. ഇങ്ങനെ മാണിയായിട്ട് കളിപ്പിക്കുകയല്ലേ, ഇത് നിർത്താൻ സമയം കഴിയും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും മാണി സാറിൻ്റെ നിലവിലെ കുഴപ്പം എന്താണ് ചായ? ആ മലപ്പുറം തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നടത്തിയ പ്രകടനങ്ങൾ വെച്ചാണ് ചോദിക്കുന്നത്. ബഹുമാനപ്പെട്ട കെ.എം. മാണിക്ക് ഒരു കുഴപ്പം, അങ്ങനെ പറയുന്നത് മലപ്പുറം തെരഞ്ഞെടുപ്പിൽ ലീഗും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ചേർന്നുള്ള വലിയ വിജയമാണെന്നാണ് പറയുന്നത്. അത് പണ്ടൊരു അണ്ണൻ പറഞ്ഞിട്ടുണ്ട്. ഈ അണ്ണൻ ആനയുടെ മസ്തകത്തെ കയറി ഇരുന്നിട്ട് വാലുകൊണ്ട് ചെവിയിലിട്ടിങ്ങനെ ചെവിയിലിങ്ങനെ ആനയെ അറിയുന്നില്ല, ചെവിക്കകത്ത അണ്ണാൻ്റെ വാലുകൊണ്ടാണ് എണ്ണ അറിയാൻ. എന്നിട്ട് അണ്ണൻ പറയുക, ആനമ്മേ നോവുന്നുണ്ടോ എന്ന് ചോദിക്കുക. അതുപോലെ ഒരു ചോദ്യമായിട്ട് മാണിയുടെ ആ കൂട്ടത്തെ കാണാൻ കഴിയും. ശരിയല്ലേ? അതുകൊണ്ട് മാണി ഇങ്ങനെ തറ പരിപാടി നിർത്തിയാൽ അദ്ദേഹത്തിന് ഉള്ള അന്തസ്സ് ഈ അവസാന കാലത്ത് സംരക്ഷിക്കപ്പെടുന്നതാണ് എനിക്ക് അദ്ദേഹത്തോട് സ്നേഹബുദ്ധിയ അദ്ദേഹത്തോട് പറയാനുള്ളത്. എന്നാലും മാണിക്ക് കൃത്യമായ ഒരു അജണ്ടയുണ്ട് എന്നാണ് പി.സി. അച്ഛൻ പറയുന്നത്. അത് UDFിൽ തിരിച്ചെത്തുക എന്ന് തന്നെയാണെന്നും പി.സിക്ക് അറിയാം. അതിൻ്റെ കൂടെ മാണിയുടെ ചില ഉള്ളിലിരിപ്പ് കൂടി പി.സി. ജോർജ് പറഞ്ഞതോടെ നേരത്തെ ജോർജ് കാണിച്ചത് കപട സ്നേഹമാണെന്ന് മാണിക്ക് മനസ്സിലായി. അതോടെ ഒരു നിമിഷമെങ്കിലും മനസ്സിൽ കുടിയേറ്റിയിരുന്ന ആ പാനപാത്രം തിരിച്ചെടുത്തോളാൻ മാണി സാർ പ്രാർത്ഥിച്ചു. അതായത് മാണിയുടെ പ്ലാൻ ഇരുന്ന് എന്താണെന്ന് ചോദിച്ചാൽ, വിജിലൻസ് കേസിൽ നിന്ന് രക്ഷപ്പെടണം. അതിന് ഇടതുപക്ഷം ആയിട്ട് ചർച്ച. ഇടതുപക്ഷം എനിക്ക് വ്യക്തമായിട്ട് അറിയാം, ഇടതുപക്ഷ നേതാക്കന്മാരായിട്ട് മാണി നടത്തിയ ചർച്ചയൊക്കെ അറിയാം. കാരണം ഇതിനു മുമ്പ് ആ ചർച്ച ഞാനും മാണി കൂടെ നടത്തിയതാണ്. സത്യസന്ധമായിട്ട് പറയുക, എൻ്റെ മര്യാദ കൊണ്ട് അതിൻ്റെ തെളിവുകളൊന്നും CPM മുഴുവൻ നേതാക്കന്മാരും കൂടിക്കൊണ്ടാണ് ചർച്ച നടത്തുന്നത് മാണി മുഖ്യമന്ത്രിയാക്കാൻ. മാണിയുടെ മകനത് പൊളിച്ചത്, മകൻ പൊളിക്കുകയായിരുന്നു. ഇപ്പോൾ വീണ്ടും മകനാണ് നേതൃത്വം കൊടുക്കുന്നത്. അതാ രസം. ഇപ്പോൾ ചെറുക്കന് മനസ്സിലായി കുഴപ്പം. മാണിയുടെ ശ്രമം അതായിരുന്നു, ചെറുക്കനെ മന്ത്രിയാക്കുക എന്നിട്ട് രക്ഷപ്പെടാമെന്നാണ്. കാരണം മാണിക്ക് കാലാവസ്ഥ അനുകൂലമല്ലല്ലോ. കാരണം ഇനി 87 വയസ്സായി. അദ്ദേഹത്തിന് ഇനിയൊരു നിയമസഭാ ഇലക്ഷൻ മത്സരിക്കുക എന്ന് പറയുന്നതൊക്കെ ചിന്തിക്കാൻ പോലും പറ്റാത്ത നിലയിലായി സാഹചര്യമാണ്. അപ്പോൾ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന് മകനെ എവിടെയെങ്കിലും ആക്കിയേ പോകാൻ കഴിയും. മകനെ ഞാൻ പറഞ്ഞ പോലെ കെട്ടാ ചെറുക്ക ആർക്കും വേണ്ടതാണ്. ആ സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും BJPയുടെ അടുത്ത് കൂടി മാണി എവിടെയെങ്കിലും ചെറുക്കനെ കയറ്റാൻ നോക്കി. അവർ പറഞ്ഞു അങ്ങോട്ട് വേണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അവിടുന്ന് അത് CBI എൻക്വയറിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയായിരുന്നു. ഇപ്പോൾ CPMൻ്റെ മുന്നണി കൂടുന്നു എന്നുള്ള പ്രചരണം അങ്ങോട്ട് കൊടുത്തത് എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെ ഒരു ചിന്ത വരുത്തി വിജിലൻസ് കേസിൽ നിന്ന് രക്ഷപ്പെടുക.
പിതാവേ ഈ പാനപാത്രം തിരിച്ചെടുക്കേണമേ. പിതാവേ പിതാവേ ഈ പാനപാത്രം തിരിച്ചെടുക്കേണമേ. ഇതൊക്കെ കേട്ടതുകൊണ്ട് ചോദിക്കുക ചായ, മാണി സാറിനെ പിന്തിരിപ്പിക്കുന്ന ആരാണ്? അതും കൂടി ഒന്ന് അറിഞ്ഞാൽ നല്ലതായിരുന്നു. യഥാർത്ഥ സത്യം എന്താ, മാണി എന്ത് തീരുമാനിച്ചാലും ജോസഫും മോൻസും CF തോമസും നമ്മുടെ റോഷി ഹേഴ്സനും യാതൊരു കാരണവശാലും LDFിലേക്കില്ല, UDFിലേക്കേ ഉള്ളൂ എന്ന് പ്രഖ്യാപിച്ചിരിക്കുക. അങ്ങനെ UDFിലേക്ക് ഉള്ളൂ എന്ന് പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ മാണിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ആകെ ഒരു ഒറ്റ മാർഗ്ഗമുള്ളൂ മാണിക്ക്. മാണിയുടെ സംഘടനാ തെരഞ്ഞെടുപ്പ് വരുമ്പം ജോസഫിനൊരു അപകടമുണ്ട്. ജോസഫിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന തൊടുപുഴ നിയോജകമണ്ഡലത്തിലെ ജോസഫ് ഗ്രൂപ്പുകാർ പോലും സത്യസന്ധമായി ചിന്തിച്ചാൽ നമ്മുടെ കേരള കോൺഗ്രസ് ഫ്രായോടൊപ്പം പോയി. ഫ്രാ തീർന്നും പോയി. ആ പ്രവർത്തകർ മുഴുവൻ മിഴുക്കസിയ നോക്കിയിരിക്കുക, വായിൽ വെള്ളമൊഴിച്ച് ആകാശത്ത് നോക്കിയിരിക്കുന്ന ഗതിയാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാണിയുടെ ആളുകളായിരിക്കും എല്ലായിടത്തും വരിക. ഒരു 10-30 നിയോജകമണ്ഡലത്തിൽ ഈ സാധനം ഉള്ള ആകെ. അപ്പോൾ ആ 10-30 നിയോജകം കൊണ്ട് അവർ നിൽക്കും. ഒരു ഇലക്ഷൻ നിഷ്പക്ഷമായി നടന്നാൽ പോലും മാണി പറയുന്ന ആൾ ചെയർമാനാവും. പിന്നെ ഏക മാർഗം ജോസഫിന് എന്താണ്? അടുപ്പടി ജീവിക്കാറുണ്ട്. അതിന് ജോസഫിന് കഴിയുമോ? അവിടാണ് പ്രശ്നം. മാണിയുടെ മകൻ ചെയർമാനാകുന്ന ഒരു പാർട്ടിയിൽ PJ ജോസഫിന് നിൽക്കാൻ കഴിയുമോ? അതാണ് ചോദ്യം. അല്ല പോലെ, പിണറായി മുഖ്യനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. അദ്ദേഹം ദില്ലിയിൽ പോയി കെജ്രിവാളിനെ കണ്ടത് അറിഞ്ഞിരുന്നോ? പിണറായി ഡൽഹിയിൽ പോയിരിക്കും, അതൊന്നും പറഞ്ഞില്ലല്ലോ. ഷോ, പിണറായി ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുമായിട്ടൊരു ഗതി ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. പിണറായി സഖാവ് ഇങ്ങനെ അരിവാൾ നോക്കി പോയതാണ്. ബംഗാളിൽ അരിവാൾ ഇപ്പം 4ാം സ്ഥാനത്താണ്, ത്രിപുര ചെറുതായിട്ട്. ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിൽ ഇപ്പോൾ അരിവാളില്ല. ആകപ്പാടെ ഉള്ളത് കേരളത്തിൽ മാത്രമാണ്, പിണറായിയുടെ കയ്യിൽ. പിന്നീട് ഡൽഹി ചെന്ന പുള്ളിക്കൊരു അബദ്ധം പറ്റി. KG അരിവാളിന് കണ്ടു, ചാടി വീണ്. പുള്ളി ഓർത്ത് അരിവാളാന്ന് വിചാരിച്ച് അങ്ങേറെ വീട്ടിൽ കയറി ചെന്നിരിക്കുക. KG അരിവാൾ, ഇത് കേജ്രിവാളാണ്. പുള്ളിക്കത് മനസ്സിലായില്ല. പുള്ളി KG അരിവാളെന്നും പറഞ്ഞ് അങ്ങേറെ വീട്ടിൽ പോയിരിക്കുക. പിണറായിയുടെ കാര്യം എന്ത് പറയാം. എന്താണെങ്കിലും ഞാൻ പറയാം, KG അരിവാളിൻ്റെ അടുത്ത് പോകണം. ബാക്കി പറയാം. ഞാൻ പറയാം രസം. KG അരിവാളിൻ്റെ കേരളത്തിലെ ആളാരാന്നറിയാമോ? അറിയാമോ നിങ്ങൾക്ക്? CR നീലകണ്ഠൻ. ആ CR നീലകണ്ഠനെ അങ്ങോട്ടും ഇങ്ങോട്ടും വട്ടടിക്കുന്നവരടിക്കുകയായിരുന്നു പിണറായിയും നമ്മുടെ ഇളമനഗിരിയും കൂടെ. ഞാൻ അങ്ങേരെ കേരളത്തിൽ കൊണ്ട് സ്ഥാപിച്ചത്. അങ്ങേരാണ് ലവ്ലിംഗ് കേസ് നടത്തുന്ന ഒരാൾ. ഞാനും അങ്ങേരും കൂടെ ആയിരുന്നു. ഞാൻ നിർത്തി. എന്തിനാ പോട്ടെ. ഇപ്പോഴും അങ്ങനെ കേസ് കൊണ്ട് നടക്കുന്നത്. ആ സംസ്ഥാനത്തെ പിണറായിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന അദ്ദേഹത്തിൻ്റെ നേതാവാണ് KG അരിവാൾ. അപ്പോൾ അവിടെ പോയിരിക്കുക. എന്ത് ചെയ്യും? നിനക്കുള്ള മറുപടി മറ്റന്നാൾ പറയാമെന്നായിരിക്കും പിണറായി ഇത് കേട്ടപ്പോൾ മനസ്സിൽ മുഴിഞ്ഞിട്ടുണ്ടാവുക. അതൊക്കെ കേട്ട് തന്നെ അറിയാം. ഇനി ഇടവേളയാണ്. അത് കഴിഞ്ഞാൽ കടകംപള്ളി വരും കുട്ടികൾക്കൊപ്പം.